പറഞ്ഞ ഉത്തരം എല്ലാവരുടെയും ഫയലുകളിൽ കാണും. ഞാൻ പറഞ്ഞത് കോൺഗ്രസിന്റെ ഡീൽ മുഴുവൻ ജനങ്ങളുമായിട്ടാണ്. ഡീല് നടത്തുന്നത് ഇവർ തമ്മിലായിരിക്കാനാണ് സാധ്യത എന്ന് ഞാൻ കൊല്ലം പ്രസ് ക്ലബിന്റെ മുമ്പിൽ വെച്ച് പോലും പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ സത്യമായിട്ട് ഭവിച്ചിരിക്കുകയാണ്. കാരണം കോൺഗ്രസിന്റെ വോട്ട് കൂടിയതേ ഉള്ളൂ. കോൺഗ്രസിന്റെ വോട്ട് 2016 ശ്രീ ശിവനാട് രാജശേഖരൻ നേടിയതിലും കുറച്ചധികം വോട്ടുകൾ ശ്രീ പീതാംബരക്കുറുപ്പ് നേടി. അദ്ദേഹം നേടിയതിനെക്കാട്ടിയും 1200ഓളം വോട്ടുകൾ നേടി. അവിടെ ടോട്ടൽ വോട്ടുകളിൽ കുറവ് വന്നപ്പോഴാണ് ഇത് സംഭവിച്ചത് എന്ന് നമ്മൾ ആലോചിക്കണം. വലിയ UDF തരംഗത്തിനിടയിലും കൊല്ലം ജില്ലയിൽ NDAക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞു. അത് ചാത്തന്നൂരാണ്. ചാത്തന്നൂർ അവിടെ ആ മണ്ഡലം നോക്കുന്ന സമയത്ത് LDFന് വലിയ വേരോട്ടമുള്ള മണ്ഡലമാണ്. ഇത്തവണ UDF സ്ഥാനാർത്ഥിയെ മത്സരിച്ചത് സൂരജ് രവിയായിരുന്നു. കഴിഞ്ഞ തവണത്തെക്കാൾ വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. പക്ഷേ അവിടെ ഒരു കോട്ടം സംഭവിച്ചിരിക്കുന്നത് കഴിഞ്ഞ തവണ വലിയ വോട്ടുണ്ടായിരുന്ന LDFന് ഏകദേശം 10,000 വോട്ടിൽ കുറവ് വന്നിരിക്കുകയാണ്. അതാണ് അവിടെ BJPക്ക് വിജയിക്കാൻ ഘടകമായെന്ന് തോന്നുന്നല്ലേ? തീർച്ചയായിട്ടും ഇന്നലെ ടോട്ടൽ വോട്ട്സിന്റെ പൂർണ്ണ രൂപം പുറത്തു വന്നതിന് ശേഷം സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉണ്ടായ ഒരു ചിന്ത എന്ന് പറയുന്നത് LDFന്റെ ഏതാണ്ടോ 12,000-ഓളം വോട്ടുകൾ എവിടെ പോയി എന്നുള്ള ഒരു ചോദ്യമാണ് മുഖ്യമായിട്ടും ഉണ്ടായിരുന്നത്. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് പരിശോധിച്ചാൽ മാത്രമല്ല LDFന് വലിയ മുൻതൂക്കമുണ്ടായിരുന്ന പഞ്ചായത്തുകളിൽ പോലും BJP മുന്നേറ്റം നടത്തുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത്. ഞാൻ ആ പഞ്ചായത്തുകളിലെ പേരുകളിലേക്ക് ഞാൻ കടക്കുന്നില്ല. പരവൂർ മുനിസിപ്പാലിറ്റി അടക്കം. അപ്പോൾ സ്വാഭാവികമായിട്ടും LDF എന്ന് ഞാൻ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. CPMുമായി BJPക്ക് അല്ലെങ്കിൽ ഏതോ തരത്തിലുള്ള ഒരു വോട്ട് കച്ചവടം നടന്നു എന്നുള്ള കൃത്യമായ ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ബഹുമാനായ പ്രതിപക്ഷ നേതാവും ഇന്നലെ ഇതിവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അത് ഞങ്ങൾ ന്യായമായിട്ടും സംശയിക്കുന്നു. പരാജയത്തിന് നിരവധിയായിട്ടുള്ള കാരണങ്ങളുണ്ട്. പരാജയത്തിന്റെ ജനങ്ങൾ നൽകിയ വിധി UDF സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഞാൻ ശിരസ വഹിക്കുന്നു. വിധി ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ എങ്കിൽ പോലും നമ്മൾ പരിശോധിക്കുമ്പോൾ സാങ്കേതികമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ കാണാതെ പോകാൻ സാധിക്കത്തില്ല. തീർച്ചയായിട്ടും ഈ വോട്ടുകൾ എങ്ങനെ കുറവ് വന്നു എന്നുള്ളതിനെ പറ്റി CPM നേതൃത്വം ഉത്തരം പറയണമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പരാജയപ്പെട്ടു എന്ന് പറയുമ്പോഴും സാധാരണ ആരോപിക്കാറുള്ളത് കോൺഗ്രസ് വോട്ടുകൾ BJP നേടി ജയിച്ചു എന്നാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. 1100 വോട്ടുകളോളം UDFന് കോൺഗ്രസിന് അവിടെ കൂടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ നഷ്ടപ്പെട്ടതെല്ലാം LDF വോട്ടുകളാണ്. അത് ബൾക്കായിട്ട് കുറച്ച് വോട്ടുകൾ ഒരുപക്ഷെ ഇപ്പുറത്തും ലഭിച്ചേക്കാം. ബാക്കി മുഴുവൻ പോയേക്കുന്നത് BJPക്കാണ്. എങ്ങനെ ഇത് സംഭവിക്കുന്നു എന്നുള്ളതാണ് കാര്യം. 17,000 വോട്ടിന്റെ ലീഡുള്ള ഒരു മണ്ഡലത്തിലാണിത്. രണ്ട് തെരഞ്ഞെടുപ്പുകളുടെ ഫലവും നമ്മൾ പരിശോധിക്കണം. 2016ലെയും 2021ലെയും. 2021 അവിടെ BJP 2ാം സ്ഥാനത്ത് വന്നപ്പോൾ 2016-നെക്കാട്ടിയും വോട്ടുകൾ വർദ്ധിപ്പിച്ചു. അപ്പോഴും കോൺഗ്രസിന്റെ വോട്ടുകൾക്ക് കുറവ് വന്നില്ല. അന്നേരം ഇവർ ആരോപിച്ച് കാര്യമെന്ന് പറഞ്ഞാൽ കോൺഗ്രസും BJPയുമായിട്ടുള്ള ഇപ്പോൾ 2021-നെക്കാട്ടിയും കൂടുതൽ വോട്ട് എനിക്ക് നേടാനായിട്ട് അല്ലെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് നേടാനായിട്ട് സാധിച്ചു. ഞാൻ ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ തന്നെ മാധ്യമങ്ങൾ പലരും തന്നെ എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല ഇത് LDFും BJPയും ആയിട്ടുള്ള ഒരു പോരാട്ടമാണ് എന്ന് ചിത്രീകരിക്കാൻ ശ്രമം നടന്നപ്പോഴൊക്കെയും ഇത് BJPയുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഡീലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ഉത്തരം എല്ലാവരുടെയും ഫയലുകളിൽ കാണും. ഞാൻ പറഞ്ഞത് കോൺഗ്രസിന്റെ ഡീൽ മുഴുവൻ ജനങ്ങളുമായിട്ടാണ്. ഡീല് നടത്തുന്നത് ഇവർ തമ്മിലായിരിക്കാനാണ് സാധ്യത എന്ന് ഞാൻ കൊല്ലം പ്രസ് ക്ലബിന്റെ മുമ്പിൽ വെച്ച് പോലും പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ സത്യമായിട്ട് ഭവിച്ചിരിക്കുകയാണ്. കാരണം കോൺഗ്രസിന്റെ വോട്ട് കൂടിയതേ ഉള്ളൂ. കോൺഗ്രസിന്റെ വോട്ട് 2016 ശ്രീ ശിവനാട് രാജശേഖരൻ നേടിയതിലും കുറച്ചധികം വോട്ടുകൾ ശ്രീ പീതാംബരക്കുറുപ്പ് നേടി. അദ്ദേഹം നേടിയതിനെക്കാട്ടിയും 1200ഓളം വോട്ടുകൾ നേടി. അവിടെ ടോട്ടൽ വോട്ടുകളിൽ കുറവ് വന്നപ്പോഴാണ് ഇത് സംഭവിച്ചത് എന്ന് നമ്മൾ ആലോചിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ഈ LDFന്റെ അല്ലെങ്കിൽ CPMന്റെ അല്ലെങ്കിൽ CPIയുടെ വോട്ടുകൾ എങ്ങോട്ട് പോയി എന്നുള്ളതിന്റെ ഒരു കൃത്യമായ ആത്മപരിശോധന നടത്തണം എന്ന് ഞാൻ പറയുമ്പോഴും അതിന് തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതൊരു ഡീലാണ്. അതായത് LDF NDA ഡീലിനേക്കാൾ ഉപരി CPMും BJPയുമായിട്ട് ഒരു ഡീൽ ഉണ്ടായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. കാരണം CPI എന്തായാലും തോക്കാൻ വേണ്ടിയിട്ട് അവിടെ ഡീല് നടത്തും എന്ന് നമുക്കാർക്കും വിശ്വസിക്കാൻ വയ്യ. പക്ഷേ CPIയുടെ സ്ഥാനാർത്ഥി പുതുതായിട്ട് അദ്ദേഹം അവിടുത്തുകാരനല്ല, എന്നെ പോലെ തന്നെ അദ്ദേഹം ചാത്തന്നൂരുകാരനല്ല, അദ്ദേഹം പുതുമുഖമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് രംഗത്ത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം കടന്നു വന്നപ്പോൾ എന്തായാലും തോക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഡീല് CPI നടത്തും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ നമ്മൾ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ കാര്യം നമ്മൾ ഏതെങ്കിലും ഒരു കേട്ടുകേൾവിയുടെയോ അടിസ്ഥാനത്തിൽ ആരോപണം ഉന്നയിക്കാൻ ഞാൻ തയ്യാറില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് CPIMന്റെ റോള് എങ്ങനെയായിരുന്നു എന്നുള്ളതിനെപ്പറ്റി CPIയുടെ നേതൃത്വം ഉത്തരം പറയൂ എന്നാണ് എൻ്റെ പ്രതീക്ഷ.
അതിൽ തന്നെ ഈ MLA ജയലാലിനെ മാറ്റിയത് പോലും പലതരത്തിൽ പ്രതിഫലിച്ചിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് അവിടുത്തെ നേതാക്കൾ പറയുന്നത്. കാര്യം ആ നായർ വോട്ടുകളിലൊക്കെ വലിയൊരു ഇത് BJPക്ക് അവിടെ അങ്ങനെയും പോയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. അതല്ല അതിപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സ്ഥാനാർത്ഥി നിർണയത്തെ പറ്റിയോ അതിനെപ്പറ്റി ഞാനത് അഭിപ്രായം പറയുന്നത് തീർച്ചയായിട്ടും ശരിയല്ല. അത് അവർ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, തോൽവിക്ക് ഇപ്പം എൻ്റെതായാലും സഖാവ് രാജേന്ദ്രൻ്റെ ആയാലും തോൽവിക്ക് പല കാരണങ്ങൾ ഉണ്ട്. ഗോപകുമാറിൻ്റെ വിജയത്തിന് പല കാരണങ്ങളുണ്ട്. പക്ഷേ അതിൽ ഏതെങ്കിലും സ്ഥാനാർത്ഥികളുമായിട്ട് ബന്ധപ്പെട്ട അത് പ്രത്യേകിച്ച് ഇപ്പോൾ കോൺഗ്രസ്സിലെ ആയിരുന്നെങ്കിൽ ഞാൻ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞേനെ. പക്ഷേ CPIയുടെ സ്ഥാനാർത്ഥി പുതുതായിട്ട് വന്ന ഒരാളുടെ ഏതെങ്കിലും കുഴപ്പം കൊണ്ടാണോ അല്ലെങ്കിൽ ജയലാലിനെ മാറ്റിയത്, അതിനെപ്പറ്റി ഞാൻ അഭിപ്രായം പറയുന്നത് ഒരിക്കലും രാഷ്ട്രീയ ഡീല് നടന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമില്ലല്ലോ. അത് ഇന്നലെ ടോട്ടൽ വോട്ട്സിന്റെ കൃത്യമായ ചിത്രം പുറത്തു വന്നപ്പോൾ തന്നെ വലിയ രാഷ്ട്രീയ വിശകലനവും വലിയ കണക്കുകൂട്ടലൊന്നും വേണ്ട. ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം. പരവൂർ നഗരസഭ എല്ലാ കാലത്തും LDFന് ലീഡ് നൽകിയിരുന്നു. ഭൂതക്കുളം പഞ്ചായത്ത് എത്തുന്ന സമയത്ത് അവിടെയൊക്കെയാണ് അപ്രതീക്ഷിതമായി LDF പിന്നിലേക്ക് പോവുകയും ഒരുപക്ഷെ BJP പോലും കണക്കുകൂട്ടാത്ത രീതിയിൽ ഒരു ലീഡിലേക്ക് വരും. അതായത് ഒരു ഘട്ടം വരെ ചെറിയ വോട്ടിനായാലും ഏതാണ്ട് 4 റൗണ്ട് 5 റൗണ്ട് വരെ ഞാൻ ലീഡ് ചെയ്തിരുന്നതാണ് ചെറിയ വോട്ടുകൾക്ക്. അന്നേരം ശ്രീ ഗോപകുമാർ 3-ാം സ്ഥാനത്തായിരുന്നു, 2-ാം സ്ഥാനത്ത് LDF സ്ഥാനാർത്ഥിയായിരുന്നു. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് ചാത്തന്നൂർ കഴിഞ്ഞ് ചിറക്കര അടക്കമുള്ള കല്ലുവാതുക്കലും പൂതക്കുളവും പരവൂരും എണ്ണിയപ്പോഴാണ് എല്ലാവരെയും ഒരുപക്ഷെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആരും പ്രതീക്ഷിക്കാത്ത, ഒരുപക്ഷെ BJP പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു മുന്നേറ്റം. പക്ഷേ പ്രതീക്ഷിക്കാത്ത മുന്നേറ്റമൊന്നും ഇപ്പോൾ എനിക്ക് പറയാൻ സാധിക്കുന്നില്ല. ഇത് അവർ പ്രതീക്ഷിച്ചിരുന്ന മുന്നേറ്റം തന്നെ ആയിരിക്കണം. അത് ഈ ഡീലിൻ്റെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കണം. ഇത്രയും ഒരു ആത്മവിശ്വാസത്തോടു കൂടി കുറച്ച് വോട്ടുകൾക്കായാലും ജയിക്കുമെന്ന്. അത് പക്ഷേ നമ്മളെല്ലാവരും, ഞാൻ പൂർണ്ണമായും വിശ്വസിച്ചിരുന്നത് ഒരു 3000-ലധികം വോട്ടുകൾക്ക് ജയിക്കുമെന്നുള്ളതായിരുന്നു. CPIയുടെ കണക്കൂട്ടൽ അവർ തന്നെ ഒഫീഷ്യലായി പറഞ്ഞത് തന്നെ 7000 വോട്ടിന് അവർ ജയിക്കുമെന്നായിരുന്നു. സ്വാഭാവികമാണ്, തെരഞ്ഞെടുപ്പ് രംഗത്ത് അങ്ങനെ നമ്മൾ കണക്കുകൂട്ടലുകൾ പിഴയ്ക്കാറുണ്ട്, നമ്മൾ കണക്കുകൂട്ടി കാര്യങ്ങൾ പറയാറുണ്ട്. പക്ഷേ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വലിയ പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മുന്നേറ്റമാണ് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് നോക്കിക്കാണുമ്പോൾ ഒരുപക്ഷെ നമുക്കെല്ലാവർക്കും തന്നെ തോന്നുന്നത്. എന്തായാലും ചാത്തന്നൂരിൽ കോൺഗ്രസ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഉള്ളതിനേക്കാൾ നില മെച്ചപ്പെടുത്തി. പക്ഷേ ഒരു പ്രധാന കാര്യമാണ് പറഞ്ഞത്, അവിടെ കൊല്ലം ജില്ലയിൽ BJPക്ക് അക്കൗണ്ട് തുറക്കുന്നതിന് വേണ്ടി CPM കളം ഒരുക്കി എന്നുള്ള ഒരു ആരോപണം കൂടെയാണ് ഉന്നയിക്കുന്നത്. കൊല്ലത്ത് നിന്ന് ബിജു മടവൂരിനൊപ്പം ലിജോ റോളൻസ്, മീഡിയ 1.